ഒരിക്കലും അടർത്തി മാറ്റാനാവാത്ത വിധം കൃഷിയെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ. കൃഷിയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഇത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പായിപ്പാട് നിവാസിയായ എബി. എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ ഈ കൃഷിക്ക് ഇറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് അച്ചാച്ചൻ മരിച്ചു കഴിഞ്ഞാണ് ഞാൻ പൂർണ്ണമായ രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ 29 വർഷമായി. താമസ സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാറിയുള്ള കൊക്കോട്ടുചിറയിലെ 7 ഏക്കർ കൃഷിയിടത്തിൽ പയർ, പാവൽ, പടവലം, വാഴ, ചീര, കപ്പ, വെണ്ട, വാളരിപ്പയർ തുടങ്ങി 10ഓളം വിളകൾ. തടം വെട്ടി നീറ്റുകക്കയിട്ട് 2 ദിവസം കഴിയുമ്പോൾ പാകപ്പെടുന്ന മണ്ണിൽ ആദ്യം പയർ വിത്തിടും. അത് കിളിർത്ത് കഴിയുമ്പോൾ പാവലും പടവലവും. മൂന്നും 3 സ്വഭാവക്കാരാണ്. കൂടാതെ മുരടിപ്പും കീടബാധയും കാലാവസ്ഥ മാറ്റവും ഒക്കെ ബാധകമാണ്. എങ്കിലും 3-ൽ 1 ഹിറ്റാകും. അതാണ് എബിയുടെ മാജിക്. വളമെന്ന് പറയുന്നത് ജൈവവളമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കോഴിവളവും പച്ചച്ചാണാനാണ്. പിന്നെ രാസവളവും ഇടയ്ക്ക് വിട്ടു കൊടുക്കും. എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതിലൂടെ മിക്സ് ചെയ്ത വളമാണ് കൊടുക്കുന്നത്. കീടനാശിനി ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ തീർത്തും ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഒരു തടത്തിൽ ഒന്നിച്ചു വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പയറും പാവലും പടവലവും ആരിലും കൗതുകമുണർത്തും. ഇപ്പോൾ 7 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. 1 ഏക്കർ സ്വന്തമായിട്ടുണ്ട്, ബാക്കി മുഴുവൻ പാട്ടമാണ്. വാഴ നടുമ്പോൾ വാഴയുടെ കൂടെ 2 പ്രാവശ്യമായിട്ട് ചീര ചെയ്യും. വാഴ വളർന്നു വരുമ്പോഴത്തേക്ക് 2 ചീര കൃഷി ചെയ്യാൻ കിട്ടും. അതുപോലെ കപ്പ ഇട്ടാലും കപ്പയ്ക്കകത്ത് 1 ചീര കൃഷി ചെയ്യാൻ കിട്ടും. ഇവിടുന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഞാൻ താമസിക്കുന്നത്. എന്നാലും ഞാൻ വെളുപ്പിന് ഈ ചീരപറിയുള്ള ദിവസമൊക്കെ 1 മണി വെളുപ്പിന് 1 മണി 2 മണിക്കൊക്കെ ഇവിടെ വരും. വേറെ പണിയാറ് കൂടെ കൂടും. അല്ലാത്ത ദിവസം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വരും. എനിക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു അട്രാക്ഷനാണ്. അത് എൻ്റെ കണ്ണ് തന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട്, തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് 2 ആഴ്ച വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം പോലും ഇരിക്കാതെ ഇവരുടെ കൂടെ വരുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് കൃഷിയോടൊരു വലിയൊരു സ്നേഹമാണ്. കൃഷിയെ ജീവശ്വാസം പോലെ കരുതുന്ന എബിക്ക് കൂട്ടായി സഹധർമ്മിണി സാലിമയും ഉണ്ട്. വീട്ടുജോലി കഴിഞ്ഞുള്ള മുഴുവൻ സമയവും സാലിമ ഇവിടെ തന്നെയാണ്. മക്കൾ സ്ഥലത്തില്ലാത്ത വിഷമം മാറുന്നതും ഇവിടെ എത്തുമ്പോഴാണ്. പിള്ളേർ വീട്ടിലില്ലെങ്കിലും കൃഷി എന്ന് പറയുന്നത് പിള്ളേരെ കണക്ക് തന്നെയാണ്. അതുകൊണ്ട് കൃഷിയിൽ എന്തെങ്കിലും ഒരു മഴ, ഉറക്കത്തിലാണെങ്കിൽ പോലും നല്ലൊരു മഴ പെയ്താൽ, കാറ്റൊന്നാഞ്ഞ് വീശിയാൽ, ആരോഗ്യ സമയത്ത് ആ സമയത്ത് തന്നെ നല്ല മഴ പെയ്താൽ വണ്ടി എടുത്ത് ഉടനെ പോകും കണ്ടത്തിലേക്ക്. തോമ്പ് തുറന്നിട്ടുണ്ടോ, വെള്ളമായോ എന്നറിയാൻ. അല്ലേ ഉടനെ പണിക്കാരെ വിളിക്കും. അടുത്ത റൂം എടുത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ബംഗാളികളാണെങ്കിലും വിളിച്ച് പറയും, നിങ്ങൾ പോയി തൂമ്പ് തുറക്കാൻ, ഞാൻ വരണോ. അങ്ങനെ ഉറക്കത്തിൽ പോലും കൃഷിയോടുള്ള ഒരു ആത്മാർത്ഥതയാണ് പിള്ളേരെന്ന് കണക്ക് തന്നെ. പിള്ളേർക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ ഉണർന്ന് നോക്കത്തില്ല എന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് കൃഷിയോടും. നാടൻ വിത്തുകളോട് ഗുഡ് ബൈ പറഞ്ഞ എബിക്ക് ഇപ്പോൾ പ്രിയം തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ഹൈബ്രിഡ് വിത്തുകളാണ്. അതാണ് മെച്ചമെന്ന് എബി അഭിപ്രായപ്പെടുമ്പോൾ 7 ഏക്കർ കൃഷിയിടം സന്ദർശിക്കുന്ന ആരും അത് ശരിവെച്ചു പോകും. വിത്ത് തമിഴനാണെങ്കിലും വളം തനി നാടനാണ്. പച്ചച്ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും, ചില സമയങ്ങളിൽ മാത്രം അല്പം പൊട്ടാഷ്യം ഫാക്ടം ഫോസും. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് പറിച്ചാലും ചൂടപ്പം പോലെ വിറ്റ് തീരും. മാർക്കറ്റിങ് ഇവിടെ BFCKയുടെ സൊസൈറ്റി നമ്മുടെ ഇവിടെ തൃക്കൊടിത്താനത്തുണ്ട്, അവിടെ കൊടുക്കും. പിന്നെ കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ കൊടുക്കും. ഈ കടകൾക്കൊക്കെ അങ്ങനെ കൊടുത്ത് കുഴപ്പമില്ല. സാധനം ഉണ്ടാക്കി കിട്ടിയാൽ മതി, വിപണി പ്രശ്നമല്ല. 8ഓളം പേർക്ക് എല്ലാ ദിവസവും ജോലി നൽകുന്ന, എല്ലാവരോടും ഏറെ സൗമ്യമായി ഇടപഴകുന്ന എബിയോടുള്ള ഈ ഗ്രാമീണരുടെ ഇഷ്ടവും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, അതിലതിശയവുമില്ല. കാരണം കർഷകൻ അധ്വാനിക്കുന്നതും വിയർപ്പൊഴുക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ. അതുകൊണ്ടാണല്ലോ കൃഷി ഒരു സംസ്കാരമാണെന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ യുവതലമുറ കൃഷിയിലേക്ക് കടന്നു വരുന്നില്ല. എത്ര ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചെന്ന് പറഞ്ഞാലും അവർ കൃഷിയോട് താല്പര്യം കാണിക്കുന്നില്ല. കാരണം ഒന്നാമത് കഷ്ടപ്പെടാനുള്ള മനസ്സില്ലായ്മ, ഉറക്കളിക്കണം, വെളുപ്പിനെ എണീക്കണം. മറ്റ് ജോലികളെന്ന് പറയുമ്പോൾ അവർക്ക് സമയത്ത് ചെന്നാൽ മതി, 9 മണിക്കല്ലേ 10 മണിക്കെന്നു ടൈമിങ് പോകാം. ഇതെന്ന് പറഞ്ഞാൽ ടൈം നോക്കി ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന ഫീൽഡല്ല കൃഷി. ഈ പുതിയ തലമുറകൾ കൃഷിയിലേക്ക് വരണം. കാരണം കൃഷിയിലേക്ക് വന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു തലമുറ ഇല്ല വരാൻ. കാരണം എൻ്റെ ഈ ഒരു തലമുറയൊക്കെ കഴിഞ്ഞ് പിന്നെ പുതിയ ഈ പാടത്ത് ഇപ്പം വേറെ ആരും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് യുവാക്കൾ കൃഷിയിലേക്ക് ഇറങ്ങി വന്നാലേ നമുക്ക് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല, ആഹാരമില്ല കഴിയാൻ പറ്റുമോ. അതുകൊണ്ട് പുതിയ തലമുറകൾ കൃഷിയിലേക്ക് ഇറങ്ങണം. അവർ ഒരു പ്രാവശ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഫീൽഡ് വിട്ടു പോകില്ല. നിരന്തര സാധന പോലെ ഇടമുറിയാതെയുള്ള അധ്വാനത്തിന്റെ പ്രതിഫലവും സംതൃപ്തിയുമാണല്ലോ കൃഷി. അതൊരു നിസ്വാർത്ഥ സേവനം കൂടിയാണ്. ശാസ്ത്ര സാങ്കേതികതയുടെ വേഗങ്ങൾക്കൊപ്പം പോകുന്ന പുതിയ തലമുറയും കൃഷിയോട് അല്പം താല്പര്യം കാട്ടണമെന്നാണ് ഈ കർഷക ദമ്പതികളുടെ അഭിപ്രായം.